ഞാൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. നീ എന്തിനെ കുറിച്ചാ ചോദിക്കുന്നേ? അത് തന്നെ എടുത്തി, നമ്മുടെ ശിവാനിയെ എടുത്തിടെ ചെറുമരുമോളാക്കുന്നതിനെ പറ്റി. എന്താ പറയുന്ന അബി? നന്ദിനിയെ അഖിലിന് കല്യാണം കഴിച്ചു കൊടുക്കാന്നാണോ വസു? അതിൽ തെറ്റെന്താ എടുത്തി? ശിവാനി അഖിലും നല്ല ജോഡികളല്ലേ, അവർക്ക് രണ്ടുപേർക്കും നല്ല പൊരുത്തം. മാത്രമല്ല ശിവാനി അമ്മയുടെ പേരക്കുട്ടി കൂടിയല്ലേ അമ്മേ. അമ്മയെ താഴത്ത് വെക്കാതെ നല്ലതുപോലെ നോക്കിക്കോളൂ. അതൊക്കെ ശരി തന്നെ അബി. പക്ഷേ ഏട്ടാ, അഖിലിന് നന്ദിനി തന്നെയാ എല്ലാ വിധത്തിലും ചേരുന്നത്. അവൻ വീൽ ചെയറിലായിരുന്നപ്പോ അവൾ എത്ര നന്നായിട്ടാ നോക്കിയത്. ഒരു നേഴ്സായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വേറെ, ഭാര്യയായിട്ട് കൂടെ ഇരുന്ന് നോക്കുന്നത് വേറെ. അല്ല ചേച്ചി, നന്ദിനിയെ ഞങ്ങള് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഒരു നഴ്സിന്റെ കടമ പോലെയല്ല, സ്വന്തം പോലെയാ അവൾ അഖിലിനെ ശുശ്രൂഷിച്ചത്. ഭാവനയും വസു എടുത്തി എത്ര നന്നായിട്ട് നോക്കിയാലും അവര് രണ്ടുപേരും പുറത്തുനിന്ന് വന്നവരല്ലേ. ശിവാനി ഏട്ടത്തിയുടെ രക്തമാ, ഏടത്തിയെ പൊന്നുപോലെ നോക്കില്ലേ. പ്രസവിച്ച ഉടനെ എന്നെ ചെറിയമ്മയ്ക്ക് കൊടുത്തില്ലേ. ഇപ്പൊ അമ്മയുടെ പേരക്കുട്ടിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ അമ്മേ. അങ്ങനെയല്ല, നിന്റെ ഏട്ടന്മാരോടും ഒരു വാക്ക് ചോദിക്കണ്ടേ? മാത്രമല്ല അഖിലിന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കണം. ആ കാര്യം എനിക്ക് വിട്ടേക്കാട്ടാ, അമ്മയോട് ഞങ്ങൾ സംസാരിക്കാം. അതെ ചേച്ചി, നമ്മള് പറഞ്ഞ അമ്മ വീട്ടിൽ വേണ്ടെന്ന് പറയില്ല. പിന്നെ അമ്മ പറഞ്ഞ ഏട്ടനും ഏട്ടത്തിയൊക്കെ വേണ്ടാന്ന് പറയില്ലല്ലോ. ഏടത്തിയുടെ വാക്ക് എതിർക്കാനായിട്ട് ഇവിടെ ആർക്കാ ധൈര്യം? അഖിലിന് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ? ശിവാനിയോട് ഒരു വാക്ക് നമുക്ക് ചോദിക്കണ്ടേ? ശിവാനി, ഇപ്പൊ തന്നെ നമുക്ക് ചോദിക്കാം ചേച്ചി. അഖിൽ, നന്ദിനി, ഇങ്ങ് വാ മോളെ. എന്താ അമ്മേ, എന്തിനാ വിളിച്ചേ? നിന്റെ മുത്തശ്ശിക്ക് നിന്നോട് എന്തോ കാര്യം ചോദിക്കണമെന്ന്. എന്താ ഏട്ടാ? അഖിൽ, നിന്റെ നന്ദിനിയുടെ കല്യാണം നടത്തിയാലോന്നാ ഞങ്ങൾ ആലോചിക്കുന്നത്. എന്താണ് നിന്റെ അഭിപ്രായം? അഖിലിനെ നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അമ്മയോട് പറ. അതൊക്കെ ഇനി പറയണമെന്നുണ്ടോ? അവളുടെ മുഖം കണ്ടാൽ അറിയില്ലേ. അപ്പോ അഖിലിനെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? അതിലെനിക്ക് ഒരു എതിർപ്പും ഇല്ല ഏട്ടാ. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയും ഞാൻ അതിന് സമ്മതിക്കാം. താങ്ക് യു. അപ്പോ നന്ദിനിയുടെ അഭിപ്രായം എന്താന്ന് ഞങ്ങളോട് പറയൂ. അഖിലേട്ടനെ എനിക്കിഷ്ടമാണ്, പക്ഷേ അമ്മായി എന്ത് പറയുമെന്നാ? ദാ നോക്കമ്മേ, ആരെന്ത് പറഞ്ഞാലും ശരി, അമ്മ എനിക്ക് സത്യം ചെയ്തു തരണം. ശിവാനി ഈ വീട്ടിലെ മരുമകളാക്കാന്ന് പറയമ്മേ. ഞങ്ങൾ നിനക്ക് വാക്ക് തരുന്നു നന്ദിനി. എല്ലാവരെയും സമ്മതിപ്പിച്ച് നിന്റെ അഖിലിന്റെ വിവാഹം ഞങ്ങൾ നടത്തും. നിങ്ങളുടെ കല്യാണം നടക്കും. പ്രോമിസ്. സത്യം ചെയ്യെടുത്തി, ശിവാനിയെ എടുത്തിയുടെ മരുമകളാക്കാന്ന് പറ.
ശരി, ഞാൻ സത്യം ചെയ്യാം. ശിവാനിയാണ് എന്റെ മരുമകൾ. ഇപ്പൊ തന്നെ സംസാരിച്ചേക്കമ്മേ. മുഹൂർത്തം ഉടനെ തന്നെ കുറിക്കണം. നീ വെറുതെ എന്നെ ധൃതിപ്പെടുത്തല്ലേ. ആദ്യം ഈ കാര്യം അവരോട് സംസാരിക്കാം. നിങ്ങളൊന്ന് സമാധാനിക്ക്. അമ്മേ അമ്മേ, മുഹൂർത്തം ഉടനെ കുറിക്കണോ അമ്മേ? ശരി, പോയി വിളിച്ചോണ്ട് വാ. വേഗം ചെല്ല്, നടക്കങ്ങോട്ട് വേഗം. ഇത് നോക്ക് ശിവാനി, നിന്റെ മുത്തശ്ശിയും വല്യേട്ടനൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവർക്ക് കോഫി കൊണ്ട് കൊടുക്കണം. ശരി മുത്തശ്ശി. എന്നെ മുത്തശ്ശിന്ന് വിളിക്കരുതെന്ന് ഞാൻ എത്ര തവണ അവളോട് പറഞ്ഞത്. അബി, വസു, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ അമ്മേ? അവിടെ ഇരിക്കെ, നിങ്ങളോട് കുറച്ച് സംസാരിക്കണം. എന്ത് കാര്യത്തെ പറ്റിയാ അമ്മേ? അഖിലിന്റെ കല്യാണക്കാര്യത്തെ പറ്റിയാ. നന്ദിനി, അമ്മയ്ക്കും അപ്പയ്ക്കും ബിസ്ക്കറ്റ്സ് കൊണ്ടുപോയി കൊടുക്ക്. ശരി ചേച്ചി. ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് അഖിലിന്റെ കല്യാണക്കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാ. അതെ അമ്മേ, ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിട്ട് അമ്മയോട് സംസാരിക്കാനിരിക്കുമായിരുന്നു. ഞാനും നന്നായിട്ട് ആലോചിച്ചു വസു. അഖിലിന്റെ ജീവിതം പഴയതുപോലെ ആവരുത്. ഇത്തവണയെങ്കിലും ഒരു നല്ല പെണ്ണ് അഖിലിന്റെ ജീവിതത്തിലേക്ക് വരണം. അവര് സന്തോഷമായിട്ട് ജീവിക്കണം. പുറത്തുനിന്നൊരാലോചന നമ്മൾ നോക്കിയാ വരാൻ പോകുന്ന പെൺകുട്ടി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമുക്കറിയാവുന്ന കുട്ടിയാണെങ്കിൽ കാര്യങ്ങൾ നമുക്ക് എല്ലാ വിധത്തിലും അനുകൂലമായിരിക്കും. അഖിലിന് നല്ലൊരു ഭാര്യയും കിട്ടും. അവൾ അഖിലിനെ നല്ലതുപോലെ നോക്കുകയും ചെയ്യും. ഞങ്ങൾ തന്നെ അമ്മയോട് പറയണമെന്ന് വിചാരിച്ചതാ. എന്നാ ഞങ്ങളുടെ മനസ്സിലുള്ളത് അമ്മ തന്നെ പറഞ്ഞു. ഇതാ ബിസ്ക്കറ്റ് കഴിക്കുക അമ്മായി. ഇവളെന്തിനാ അതിനിടെ പോയി ശല്യം ചെയ്യുന്നത്? എടി, അവള് ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടി പോയിരിക്കുന്നല്ലേ, നീ ടെൻഷൻ ആവാതെ. അമ്മ പറഞ്ഞത് തന്നെ ശരി. നമുക്ക് അറിയാവുന്ന പെണ്ണാണെങ്കിൽ അഖിലിനെ അവള് പൊന്നുപോലെ നോക്കും. അവന് ഒരു കുറവും വരുത്തില്ല. അതുകൊണ്ടാ പുറത്തുനിന്നൊരാലോചന വേണ്ടാന്ന് വെച്ചത്. മുത്തശ്ശി, കോഫി. നമ്മുടെ ഈ വീട്ടിൽ തന്നെയുള്ളൊരു കുട്ടി ഇവിടുത്തെ മരുമകളാകുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ മനസ്സിലുള്ളത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ട് ആ പെൺകുട്ടിയെ തന്നെ അഖിലിന്റെ വധുവായി നമുക്ക് ഫിക്സ് ചെയ്യാം. ശരി അമ്മേ, ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ അഖിലിനോട് അഭിപ്രായം ചോദിച്ചിരുന്നു. അവനും ഓക്കെ ആണമ്മേ. ഇവരെന്താ നന്ദിനിയെ നോക്കി സംസാരിച്ചോണ്ടിരിക്കുന്നേ? നിങ്ങൾ എതിർക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ളൊരു ആലോചനയ്ക്ക് അനുവാദം കൊടുത്ത ബി. ഏടത്തിയാണെങ്കിൽ ശിവാനിയെ നോക്കി സംസാരിക്കുന്നു. എന്നുവെച്ചാ എല്ലാവരും ഒരേപോലെ ആലോചിച്ചു. കൂട്ടുകുടുംബത്തില് രണ്ട് അഭിപ്രായത്തിന് യാതൊരു വിലയില്ല വസു. ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. രണ്ടു വശം ഒരു ബന്ധമില്ലാത്ത രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. ശരി അമ്മേ, ഈ കല്യാണത്തിന് എല്ലാവർക്കും സമ്മതമായതുകൊണ്ട് നമുക്ക് നാളെ തന്നെ നിശ്ചയം നടത്താം. ഒരുപാട് സന്തോഷമായി അബി. അഖിലിന്റെ കല്യാണം ഇത്ര വേഗം ഫിക്സ് ആകുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കിത് കണ്ടിട്ട് അതിശയം തോന്നുക. ശിവാനിയുടെ അഖിലിനെ കല്യാണം നടത്താനായിട്ട് അഭിയും വസു സമ്മതിക്കുന്നത് അതിശയമുള്ള കാര്യമാണല്ലോ. ഉടനെ തന്നെ ഈ നല്ല കാര്യം ഭാവനേച്ചിയോടും ഭാസ്കരേട്ടനോടും പറയണം അമ്മേ. ആ, പറഞ്ഞോളൂ വസു. എല്ലാവർക്കും ഒരുമിച്ച് നാളെ നിശ്ചയത്തിനുള്ള ഏർപ്പാട് ചെയ്യാം.
കുഞ്ഞുമേ, ആ എന്റെ അമ്മ തന്ന വാക്ക് പാലിച്ചിട്ടുണ്ട്. എന്റെ അഖിലിനും എന്റെ മോൾക്കും കല്യാണം ഉറപ്പിച്ചു. ഏട്ടാ എടുത്തി അഖിലിന്റെ നന്ദിനിയുടെ കല്യാണത്തിന് നമ്മുടെ അമ്മയെ ഓക്കെ പറഞ്ഞിരിക്കുക. നാളെ തന്നെ നമുക്ക് എൻഗേജ്മെന്റ് നടത്താം ഏട്ടാ. ഒരുപാട് താങ്ക്സ് അബി. എനിക്ക് വളരെ സന്തോഷായി. എനിക്കെന്തോ നല്ല സംശയമുണ്ടടി. എന്ത് സംശയ കുഞ്ഞമ്മേ? അമ്മ വ്യക്തമായിട്ടെല്ലാം പറഞ്ഞല്ലോ. അതെ, അഖിലിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു പെണ്ണ്. ഈ വീട്ടിലെ പെൺകുട്ടി നന്ദിനിയെ അഖിലിന് കല്യാണം കഴിപ്പിക്കാന്ന് അമ്മ പറയാതെ തന്നെ പറഞ്ഞു. നിന്റെ അമ്മ പറഞ്ഞത് അഭിയും വസുവും വേറെ എന്തോ അർത്ഥത്തിലെടുത്തു എന്നാണ് ഞാൻ ആലോചിച്ചിട്ട് തോന്നുന്നത്. ഏട്ടനും ഏട്ടത്തിയും വളരെ വ്യക്തമായിട്ട് ഈ വീട്ടിലെ പെണ്ണിനെ തന്നെ മരുമകളാക്കാന്ന് പറഞ്ഞില്ലേ? ഇനി എന്താ കുഞ്ഞമ്മേ നിങ്ങൾക്ക് സംശയം? അഖിലിന് വീണ്ടും നടക്കാൻ കഴിഞ്ഞത് നമ്മുടെ നന്ദിനി കാരണമല്ലേ? അമ്മയുടെ മനസ്സിൽ എന്നും അതിന് നന്ദി ഉണ്ടാവും. അതെ ഭാസ്കരേട്ടാ, അതുകൊണ്ടാ നന്ദിനിയെ മരുമകളാക്കണമെന്ന് പറഞ്ഞത്. ആ നന്ദിനെ പറ്റി എന്റെ അമ്മ എന്തിനാ പറയുന്നത്? ശിവാനിയെ പറ്റി തന്നെയാ പറഞ്ഞത്. നാളെ തന്നെ നിശ്ചയം നടത്തും. അയ്യോ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ കുഞ്ഞമ്മേ. എന്റെ കൈയും കാലും ഒക്കെ മരവിച്ചു. എന്റെ സ്വപ്നം എല്ലാം സത്യമായി. നിക്ക് നിക്ക് എടി മരമണ്ടി, ഞാൻ പറയുന്നൊന്ന് കേൾക്കണേ. ഇതാ നോക്ക്, എനിക്കൊന്നും കേൾക്കണ്ട. നാളെ അഖിലിന് എന്റെ മോളുമായിട്ടുള്ള നിശ്ചയം. എടി പെണ്ണെ, ആരുടെ നിശ്ചയാണെന്ന് നാളെ നമുക്ക് മനസ്സിലാകും. ഏട്ടാ എൻഗേജ്മെന്റ് നമുക്ക് ഗ്രാൻഡ് ആക്കണം. അറിയാന്നുള്ള എല്ലാവരെയും വിളിക്കണം. അതെ, അഖിൽ കഴിഞ്ഞതൊക്കെ മറന്ന് ഇനി ഹാപ്പി ആകാൻ പോവാ. ഈ വിഷയം ഉടനെ കാർത്തിയെ വിളിച്ചറിയിക്കണം. ആ പറയൂ ആന്റി, എന്താ വിശേഷം? ഞാൻ വളരെ ഹാപ്പിയാ മോളെ. നാളെ എന്റെ മരുമകൻ അഖിലിന് നിശ്ചയം നടക്കാൻ പോവല്ലേ. വാട്ട്? അഖിലിന്റെ എൻഗേജ്മെന്റോ? ആരുടെ കൂടെ? നമ്മുടെ ദമയന്തി ഇല്ലേ, അവളുടെ മോള് ശിവാനിയായിട്ട്. നിങ്ങൾ പറയുന്നത് സത്യമാണോ? നിന്റെ അടുത്ത് ഞാൻ എന്തിനാടി തമാശ പറയുന്നേ? ഇതിലൊരു അതിശയം എന്ന് പറഞ്ഞ അഖിലിന്റെ ശിവാനിയുടെ കല്യാണത്തിന് അഭിയും വസുവും സമ്മതിച്ചിരിക്കുക. ഇതിന് അഖില് സമ്മതിച്ചോ ആന്റി? എല്ലാരും പറയുമ്പോ അവൻ സമ്മതിക്കാതിരിക്കോ? ഇപ്പോഴും അവന് നിന്നോട് സ്നേഹമുണ്ടെന്നായിരിക്കും വിചാരിക്കുന്നതല്ലേ? ആ സ്നേഹമൊക്കെ ചത്തുപോയടി. അതുകൊണ്ടല്ലേ നിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചു പുറത്താക്കിയത്. നീയാണെങ്കി പ്രഗ്നന്റും ആണ്. അഖിൽ അപ്പോഴേക്കും രണ്ടാം കല്യാണത്തിന് തയ്യാറായി. ഈ സമയത്തായിരുന്നു നീ ഇവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്. നമുക്ക് പൊളിച്ചടുക്കായിരുന്നു. ബാഡ് ലക്ക്. എന്ത് ചെയ്യാനാ, നിനക്ക് ആ ഭാഗ്യമില്ലാതെ പോയി. എന്നെ കളിയാക്കുകയാണല്ലേ ആന്റി? അയ്യോ ഇല്ല മോളെ, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നും പറഞ്ഞ് നാളെ നീ വീട്ടിലേക്ക് വന്നേക്കരുത്. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്ര, അല്ലാതെ ഇൻവിറ്റേഷൻ അല്ല. ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഫോൺ വെക്കാണേ. എന്തു പറ്റി കാർത്തികേ? അഖിലിന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോവാണ്. നിന്റെ എക്സ് ഹസ്ബൻഡ് എന്ത് ചെയ്താലും നിനക്കെന്താ? അതോ ഇനി നീ ഇപ്പോഴും അവനെ സ്നേഹിച്ചോണ്ടിരിക്കുകയാണോ? പ്രേമം അല്ല മാഡം, പകയാണ്. ആ വീട്ടിലെ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഓടി തുണിയോടെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു. അറ്റ്ലീസ്റ്റ് ഞാനൊരു ഗർഭിണിയാണെന്ന പരിഗണന പോലും തന്നില്ല. ഞാൻ ഒറ്റത്തടിയായി നിൽക്കുകയാണ്. അഖിലാണെങ്കിൽ ഇതിനിടയ്ക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ തയ്യാറായിരിക്കുന്നു. അത് നടക്കാൻ പാടില്ല. ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യവും നടക്കരുത്. എല്ലാം മനസ്സിലായി. ആ വീട്ടിൽ നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ സ്ഥാനം, നിനക്ക് കിട്ടാതെ പോയ സ്വത്ത് വേറെ ആർക്കും കിട്ടാൻ പാടില്ല, അതല്ലേ? യെസ് മാം. എന്നെ വേണ്ടാന്ന് പറഞ്ഞ അഖിലും കൂടെ എന്നെ പോലെ ഒറ്റത്തടിയായി നിൽക്കണം. എന്നെ പുറത്താക്കിയ ആ വീട് എന്റെ കുറവ് മനസ്സിലാക്കണം. ആ വീട്ടിൽ ആരും തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ഫ്രസ്ട്രേറ്റ് ആവാൻ പാടില്ല. കറക്റ്റ് പ്ലാൻ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം മാം? നാളെ എൻഗേജ്മെന്റ് ആണെന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ചെയ്.
താങ്ക് യു മാം. നാളെ തന്നെ അവരെ കാണാം. ഭഗവാനെ, ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ വീട്ടിലൊരു ശുഭകാര്യം നടക്കാൻ പോകുന്ന ഇരുണ്ടുപോയ അഖിലിന്റെ ജീവിതം ഇനി പ്രകാശിക്കാൻ പോവുകയാണ്. നന്ദിനിയുടെ മകളുടെ കല്യാണം നടക്കുക. ഈ നിശ്ചയത്തിൽ ഒരു തടസ്സം വരാതെ എല്ലാം നന്നായി നടക്കാൻ അനുഗ്രഹിക്കണേ.